നമ്മൾ പർച്ചേസ് ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതും മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? സെയിൽസ് ബുക്കാണ്, സെയിൽസ് ഡേ ബുക്ക്. നമുക്ക് എന്തിനാണ് സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? വെരി സിമ്പിൾ ആണ്. നമുക്ക് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് ഗുഡ്സ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിൽക്കുന്ന രീതിക്കാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് സെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള റെക്കോർഡാണ് എന്ത്? സെയിൽസ് ഡേ ബുക്ക്. ഈ ഒരു ഫോർമാറ്റിലാണ് സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഡേറ്റ്, നെയിം ഓഫ് ദ കസ്റ്റമർ, ഇൻവോയ്സ് നമ്പർ, LFA എമൗണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഫർണിച്ചർ ഡീലറുടെ സെയിൽസ് ഡേ ബുക്കാണ്. അതായത് ഈ ഒരു 2002 ഫെബ്രുവരി മാസത്തിൽ അയാൾ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസ്, കസ്റ്റമർക്ക് സാധനം ക്രെഡിറ്റിന് വിറ്റതിന്റെ റെക്കോർഡാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2002 ഫെബ്രുവരി 1 സോൾഡ് ടു അനിൽ 5 വുഡൻ ടേബിൾസ് അറ്റ് 135 പെർ ടേബിൾ. അതായത് 5 മരത്തിന്റെ ടേബിൾ വിറ്റിട്ടുണ്ട്. എത്രയാണ്? 135 രൂപയാണ് ഒരു ടേബിളിന്റെ വില. അത് നമുക്ക് എങ്ങനെ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കാം? ഇവിടെയും ശ്രദ്ധിക്കുക, നമ്മുടെ ക്യാഷ് സെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. ഈ ഒരു സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതേ ഫോർമാറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ദ കസ്റ്റമർ കൊടുക്കുക. 2002 ഫെബ്രുവരി 1 അനിൽ എന്ന വ്യക്തിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 5 വുഡൻ ടേബിൾ അറ്റ് 135 പെർ ടേബിൾ. എത്ര വരും? ഇതിൽ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും ഈ ട്രാൻസാക്ഷൻസിൽ ഇല്ലാത്തത് കൊണ്ട് 675 രൂപയാണ്. ഓക്കെ, 7 തീയതി സോൾഡ് ടു രാജാസ് 2 ഡ്രസ്സിംഗ് ടേബിൾ ഫോർ ക്യാഷ് അറ്റ് 275 ഈച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ്. ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. കാരണം രാജ എന്ന വ്യക്തിക്ക് 2 ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തത് ക്യാഷിനാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എഴുതരുത്. കാരണം ഇത് ക്യാഷിനുള്ളതാണ്. ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 11 തീയതി എന്താണ്? സോൾഡ് ടു ഹമീദ് 1 ടൈപ്പ് റൈറ്റർ 4500. ടൈപ്പ് റൈറ്റർ ഈ 1500 ഹമീദ് എന്ന വ്യക്തിക്ക് വിറ്റു എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. കാരണം ഇവിടെ ഫർണിച്ചർ ഡീലറാണ്. അവരൊരിക്കലും ടൈപ്പ് റൈറ്റർ വിൽക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ അസറ്റോ മറ്റു കാര്യങ്ങളോ ആയിരിക്കും. ഇതിന് ഈ ട്രാൻസാക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. 17 തീയതി ഗോപിക്ക് 2 ടേബിൾസ് അറ്റ് 1200 പെർ ഡൈനിങ് ടേബിൾ, ട്രേഡ് ഡിസ്കൗണ്ട് 10%. 17 തീയതി 2 ഡൈനിങ് ടേബിൾസ് അറ്റ് 1200 ഈച്ച്. എത്രയാണ്? അപ്പോൾ 2 എണ്ണം വിൽക്കുമ്പോൾ 1200, 2400 കിട്ടി. ലെസ് ഡിസ്കൗണ്ട് എത്ര? 10%. 2400 ഇൻറ്റു 10 ഹരിക്കണം 100 കൊടുത്താൽ 240 കിട്ടി. ഇന്നർ കോളത്തിൽ എഴുതുക. എന്നിട്ട് മെയിൻ കോളത്തിൽ 2160 അതിൻ്റെ നെറ്റ് എമൗണ്ട് എഴുതുക. 19 തീയതി സോൾഡ് 50 ചെയർസ് ടു അനിൽ അറ്റ് 45 പെർ ചെയർ. 19 തീയതി അനിൽ എന്ന വ്യക്തിക്ക് 50 ചെയർ വിറ്റു. എത്ര? 45 രൂപയാണ് ഒരു ചെയറിന് വില. എത്ര വരും? 2250 വരും. 21 തീയതി സോൾഡ് ടു ഗോപി 2 സ്റ്റീൽ ക്യാബിനറ്റ് അറ്റ് 1500 ഈച്ച്. ഓരോന്നിനും 1500 രൂപക്ക് 2 സ്റ്റീൽ ക്യാബിനറ്റ് ഗോപി എന്ന വ്യക്തിക്ക് വിറ്റു. ഇവിടെ ആളുടെ പേര് കൊടുക്കുക. ഗോപി 2 സ്റ്റീൽ ക്യാബിനറ്റ് അറ്റ് 1500 ഈച്ച്. അപ്പോൾ 2500 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 3000 കിട്ടും. അപ്പോൾ ഈ 4 ട്രാൻസാക്ഷൻസെയും ടോട്ടൽ വരുന്നത് 675, 2160, 2250, 3000. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 8085 രൂപ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് ബുക്കിൽ ടോട്ടൽ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ പർച്ചേസ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് ബുക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഡൗട്ട് വരാനുള്ള കാരണം ചിലപ്പോൾ പർച്ചേസ് ബുക്കിൽ പോയിട്ട് നമ്മൾ കസ്റ്റമറുടെ പേര് എഴുതും, സെയിൽസ് ബുക്കിൽ പോയിട്ട് സപ്ലയറുടെ പേര് എഴുതും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഡേറ്റ് കൊടുത്തിട്ട് ഇവിടെ ഈ കസ്റ്റമറുടെ കോളം ഇവിടെയാണോ വരുന്നത്, ഇൻവോയ്സ് നമ്പറാണോ ഇവിടെ വരേണ്ടത്? അത് ടോട്ടലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മാത്സ് പോലുള്ള അക്കൗണ്ടൻസി, മാത്സ് പോലുള്ള ന്യൂമറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അത് നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത്. അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.